നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, 103 റൺസിന് വാങ്കഡയിലിട്ട് MIയെ തീർത്തിരിക്കുന്നു CSK. ചരിത്രമാണിത്. ചരിത്ര തോൽവിയാണ് മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ചിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് IPL മുംബൈ ഇന്ത്യൻസ് 100 റൺസിന് മുകളിൽ പരാജയപ്പെടുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ചുകൊണ്ട് CSK ഇതാ വാങ്കഡയിൽ വെന്നിക്കൊടി നാട്ടിയിരിക്കുന്നു. 103 റൺസിൻ്റെ വിജയം. യെസ്, സഞ്ജു സാംസണും അഖിൽ ഹുസൈനും തന്നെയാണ് താരങ്ങൾ. സെഞ്ചുറി തിളക്കം സഞ്ജു സാംസണിന്. പിന്നെ 30 റൺസെങ്കിലും അടിച്ചത് സൂര്യകുമാർ യാദവും തിലക് വർമ്മയുമാണ്. ഈ ഒരു പിച്ചിൽ ആരും 50 നേടിയിട്ടില്ല. സഞ്ജു മാത്രം സെഞ്ചുറി കുറിച്ചു. സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് 120ഉം തിലകിൻ്റെത് 127 എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോഴാണ് 187 സ്ട്രൈക്ക് റേറ്റിൽ 187.04 സ്ട്രൈക്ക് റേറ്റിൽ 10 ഫോറും 6 സിക്സും അടക്കം 54 പന്തുകളിൽ നിന്ന് 101 റൺസ് അടിച്ചുകൊണ്ട് ചേട്ടൻ പുറത്താകാതെ നിന്നത്. ചേട്ടനോടാണോടാ കളി? ഇത് വേറെ ലെവൽ ചേട്ടനാണ്. എതിരാളികൾ പോലും അവനെ സ്നേഹിക്കുന്നു. സ്വാഭാവികമാണ്. ഇന്ത്യൻ ടീമിലെ സഹതാരങ്ങളാണ്. തിലകാവട്ടെ, ഹാർദിക് ആവട്ടെ, ബൂംറ ആവട്ടെ, എല്ലാവരും അവനെ അഭിനന്ദിക്കുന്ന സുന്ദരമായ കാഴ്ചയും നമ്മൾ കണ്ടു. വൈകാരികമായൊരു നിമിഷമുണ്ടായിരുന്നേ മുകേഷ് ചൗധരിയുടേത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്നലെ മരണപ്പെട്ടതാണ്. ഇന്ന് അദ്ദേഹം CSKക്ക് വേണ്ടി കളിക്കാനിറങ്ങി വിക്കറ്റ് എടുത്തിട്ട് ആകാശത്തേക്ക് നോക്കുന്ന നോട്ടം, അത് ഇടനെഞ്ചിലാണ് തറച്ചത്. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത CSK നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റിന് 207 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 19 ഓവറിൽ 104 റൺസിന് ഓൾ ഔട്ടായി മുംബൈ ഇന്ത്യൻസ്. യെസ്, CSK 103 റൺസിൻ്റെ മാസീവ് വിക്ടറി സ്വന്തമാക്കിയിരിക്കുന്നു. സഞ്ജു സാംസണും രുദ്രാജ് ഗെയ്ക്വാദും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. തുടക്കത്തിൽ സഞ്ജു ഒന്ന് പതുങ്ങി നിന്നപ്പോൾ രുദ്രാജ് അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അധികം നീണ്ടു നിന്നില്ല. അള്ളാ ഗസൻഫറുടെ പന്തിൽ തിലക് വർമ്മ പിടിച്ച് പുറത്തായി. ഒരു 6ഉം 3 ഫോറും അടക്കം 14 പന്തുകളിൽ നിന്ന് 22 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. പിന്നാലെ സർഫറാസ് ഖാൻ വന്ന് നല്ല രൂപത്തിൽ തുടങ്ങി. മനോഹരമായ ചില ടച്ചുകളും ഫോറുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 8 പന്തിൽ നിന്ന് 14 റൺസ്. മിച്ചൽ സാന്നറെ സ്വീപ്പ് ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ബൗൾഡായി മടങ്ങുകയായിരുന്നു. ഡ്യൂബെ അള്ളാ ഗസൻഫർ ബൗൾഡാക്കി വിട്ടു. 8 പന്തിൽ നിന്ന് 5 റൺസ്. ബ്രെവിസ് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു 4ഉം 2 സിക്സും. പക്ഷേ 11 പന്തിൽ നിന്ന് 21 റൺസ് അടിച്ച് നിൽക്കവേ അശ്വിനി കുമാറിൻ്റെ പന്തിൽ ജസ്പ്രീത് ബുംറ പിടിച്ച് പുറത്തായി. കാർത്തിക് ശർമ്മ വന്ന് 2 സിക്സർ അടിച്ചു. പക്ഷേ 19 പന്തിൽ നിന്ന് 18 റൺസ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മറുഭാഗത്ത് അതിമനോഹരമായിട്ട് അശ്വമേധം നടത്തുകയായിരുന്നു സഞ്ജു സാംസൺ. 4 ഇന്നിങ്സുകൾക്കിടയിലെ തൻ്റെ 2ാമത്തെ സെഞ്ചുറിയും അദ്ദേഹം കണ്ടെത്തി. 54 പന്തുകൾ 10 ഫോറും 6 സിക്സും അടക്കം 101 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. ജെയ്മി ഓവേർട്ടൻ 7 പന്തിൽ 2 ഫോറും 1 സിക്സും അടക്കം 15 റൺസ്. ഏതായാലും 200 മുകളിലൊരു സ്കോർ 207. 6 വിക്കറ്റ് നഷ്ടത്തിൽ 207. ചില എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞിരുന്നു 230ഉം 240ഉം ഒന്നും ഈ പിച്ചിൽ മതിയാവില്ലെന്ന്. പക്ഷേ അതൊന്നും വേണ്ടെന്ന് കൃത്യമായി തെളിയിച്ചു CSKയുടെ ബൗളർമാർ. ടാക്റ്റിക്കലി എടുത്ത തീരുമാനമായിരുന്നു അഖിൽ ഹുസൈൻ ഉൾപ്പെടുത്താൻ. ആദ്യ ഓവർ അഖിൽ ഹുസൈൻ എറിയുന്നു. അതിമനോഹരമായിട്ട് പന്തെറിയുന്നു. അവരുടെ വിക്കറ്റുകൾ വീഴ്ത്തി എടുക്കുന്നു എന്നുള്ളൊരു കാഴ്ച കൂടി നമ്മൾ അവിടെ കണ്ടു. ഏതായാലും മലയവാറിനെ തുടക്കത്തിൽ പറഞ്ഞു വിടുന്നു. മലയവാർ ഗോൾഡൻ ഡക്കാണ് അഖിൽ ഹുസൈൻ്റെ പന്തിൽ. നമാന്തിർ 3 പന്തിൽ നിന്ന് ഡക്കായിട്ട് പോകുന്നു. വീണ്ടും അഖിൽ ഹുസൈൻ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു. പവർ പ്ലേയിൽ വാങ്കഡയിൽ മെയ്ഡൻ ഓവർ എറിഞ്ഞ അഖിൽ ഹുസൈനെ കുറിച്ച് എന്താ പിന്നെ പറയേണ്ടത്? ക്വിൻ്റൻ ഡിക്കോക്ക് 10 പന്തിൽ നിന്ന് 7 റൺസ്. ചൗധരിയുടെ പന്തിൽ ബൗൾഡാകുന്നു മുകേഷ് ചൗധരി. ആകാശത്തേക്ക് നോക്കുന്ന വികാര നിർഭരമായ കാഴ്ച. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് തകർന്നു. 11 റൺസ് ആകുമ്പോഴേക്കും അവരുടെ 3 വിക്കറ്റുകൾ വീണു. പിന്നെ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതും അതിവേഗത്തിൽ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തിലക് അഖിലിൻ്റെ പന്തിൽ പ്ലേഡ് ഓൺ ആകുന്നു. 29 പന്തുകളിൽ നിന്ന് 37. പിന്നെ സൂര്യയിലായിരുന്നു പ്രതീക്ഷ. സൂര്യയും അഖിലിനെ അടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് വീഴുന്നത്. സർഫറാസ് ഖാൻ പിടിച്ചു പുറത്താകുന്നു. 30 പന്തിൽ നിന്ന് 36. ആ വിക്കറ്റ് വീണതോടുകൂടി അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രതീക്ഷ. അതിനിടക്ക് നൂർ അഹമ്മദ് സ്പിൻ ഡിവോ, അതിലൊരാൾ നൂർ അഹമ്മദാണല്ലോ. തുടരെ വിക്കറ്റുകൾ. ഹാർദിക് പാണ്ഡ്യയെ 1 റൺസിന് പറഞ്ഞയക്കുന്നു. ഷർഫേൻ റുദർഫോർഡിനെ ഗോൾഡൻ ഡക്കാക്കുന്നു. തീർന്നു മുംബൈ ഇന്ത്യൻസ്. ഷാർദുൽ താക്കൂർ 6 റൺസുമായിട്ട് പുറത്താകുന്നു. അൻഷുൽ കമ്പോജാണ് വിക്കറ്റ് എടുത്തത്. ഭഗത് ജെയ്മി ഒവേർട്ടൻ്റെ പന്തിൽ പോയി 7 റൺസാണ് അടിച്ചത്. ബൂംറയെ ഗുർജപ്രീത് സിംഗും പുറത്താക്കിയതോടുകൂടി 20 ഓവർ പൂർത്തിയാക്കാൻ കഴിയാതെ
അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു. അങ്ങനെ 104 റൺസിന് അവർ ഓൾ ഔട്ട് ആകുമ്പോൾ 4 ഓവറിൽ 17 റൺസിന് 4 വിക്കറ്റ് എടുത്ത അഖിൽ ഹുസൈനും 4 ഓവർ 24 റൺസിന് 2 വിക്കറ്റ് എടുത്ത നൂർ അഹമ്മദും മിന്നിക്കത്തി, മുകേഷ് ചൗധരിക്കും അൻഷുൽ കമ്പോജിനും ജെയ്മി ഓവേർട്ടിനും ഗുർജപ്രീത് സിംഗിനും ഒക്കെ ഓരോ വിക്കറ്റ്. എല്ലാവരും മനോഹരമായി തന്നെ പന്തെറിഞ്ഞ് മുംബൈയെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.